നമ്മുടെ എവരെയും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മുടെ സൃഷ്ടാവായ ദൈവം അല്ലെ, നമ്മുടെ ആട്ടിടയൻ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു. എന്നും എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം എന്ന് യേശു വളരെയധികം ആഗ്രഹിക്കുന്നു അല്ലെ. അപ്പോൾ ദൈവം യേശുക്രിസ്തു ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഡോക്ടർ അല്ലെ, അതുമാത്രമായിരിക്കണം ഗോസ്പൽ ഗുഡ് ന്യൂസ്, അതുമാത്രമായിരിക്കണം നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന് എതിരായിട്ട് അതല്ലാതെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് എന്താണ് വളച്ചൊടിച്ച് മനുഷ്യരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഒരുത്തുണ്ട്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് അല്ലെ. ദൈവത്തിന്റെ മക്കളെന്നും ദൈവത്തിന് കൂടെ ആയിരിക്കണം എന്നുള്ളതിന് അത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിലും പല രൂപത്തിലും അവൻ പല കാര്യങ്ങൾ ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പലതരത്തിലുള്ള ഫോൾസ് ടീച്ചേഴ്സ് അല്ലെ, ഡോക്ടറിന് ദൈവം തന്നിരിക്കുന്ന വചനത്തെ വളച്ചൊടിച്ച് മനുഷ്യ ദൈവത്തിന്റെ മക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരും ചർച്ചകൾ ഉണ്ടാകും എന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെ പറഞ്ഞു. അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും പലരും അല്ലെ ദുരാത്മാക്കളുടെ ഉപദേശം കേട്ടുകൊണ്ട് അല്ലെ പോഷ്ക്ക് പറയുന്നവരുടെ പുറകെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെ പറയും. ദൈവമാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതുപോലെ കാര്യങ്ങൾ സംസാരിക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാർ അല്ലെ, റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പല ആൾക്കാരും ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ടാവും, ചർച്ചകളിലേക്ക് വരും എന്നും തന്നെ ദൈവം നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആരാലും ചതിക്കപ്പെടാൻ ഇടം നമ്മളായിട്ട് ഉണ്ടായി കൊടുക്കരുത് അല്ലെ എന്ന് അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് പരിശുദ്ധനായ പിതാവെ, നന്ദി പിതാവ്. കർത്താവ് ലോർഡ് ഫാദർ, അങ്ങയുടെ വചനത്തോടെ നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ് മസ്റ്റ്, അങ്ങയുടെ വചനം അത് ജീവനുള്ളതാണ്. കർത്താവ് ലോർഡ് ഫാദർ, അങ്ങയുടെ വചനം ഇരുതല വാള് പോലെ കർത്താവ്, മൂർച്ചയുള്ള വാള് പോലെ കർത്താവെ. ഓ താങ്ക് യു ജീസസ് മസ്റ്റ് ഫാദർ. ഹല്ലേലൂയ ഫാദർ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു വർക്ക് ചെയ്യുന്നത് അപേക്ഷിക്കുന്നു. ഓ ലോർഡ് ജീസസ് മസ്റ്റ്, അങ്ങയുടെ വചനത്തിൽ ഞങ്ങളെ ക്ലെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് കർത്താവ്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളുടെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ലോർഡ് ഫാദർ, അതൊക്കെ ഒന്ന് കളയണമെന്ന് അപേക്ഷിക്കും. ആർക്കെങ്കിലും ആവശ്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആദ്യമായിട്ട് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവ് ലോർഡ് ഫാദർ. ഓ ജീസസ് മസ്റ്റ്, അങ്ങയിലേക്ക് മാത്രം നോക്കാൻ കർത്താവ് ലോർഡ് ഫാദർ, അങ്ങയുടെ വചനം മാത്രം കേൾക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ. ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പിതാവേ. യേശുവിന്റെ നാമത്തിൽ ആമേ. പിതാവേ, അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേ. ഗലാത്യർക്ക് ലേഖനത്തിലേക്ക് പോകും, 1-ാമത്തെ ചാപ്റ്ററിലേക്ക് അതിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്കുകൾ ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. ഗലാത്യർക്ക് ലേഖനത്തിന്റെ 1-ന്റെ 6 തൊട്ട് 9 വരെ എല്ലാവർക്കും വളരെ അധികം അറിയാവുന്ന വാക്കാണിത്. പക്ഷെ എന്നാലും ഒന്ന് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ അല്ലെ. അപ്പൊ ദൈവം ഇവിടെ ഹോളി സ്പിരിറ്റ് ഗോഡ് പൗള് വഴി പറഞ്ഞിരിക്കും. അപ്പൊ ഗലാത്യർ എന്ന് പറയുമ്പോൾ ഒരു ചർച്ച അല്ല, ഇത് പല ചർച്ചകളാണ്. അപ്പൊ നമുക്കറിയാം പോൾ വഴിയാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്, ചർച്ചകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഗലാത്യർ ആ ചർച്ചകളുടെ സ്പിരിച്വൽ ഫാദർ പോളായിരുന്നു അല്ലെ. അപ്പൊ പോള് ഒരുപാട് ചർച്ചകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ഫൗണ്ടർ ആയിട്ടുണ്ട് പോൾ. അപ്പൊ സ്പിരിച്വൽ ഫാദർ പോളാണ്. അപ്പൊ അങ്ങനെ പോള് സ്പിരിച്വൽ ഫാദർ ആയിട്ടിരുന്ന ഒരു ചർച്ചുകളുടെ കാര്യത്തെ പറ്റി സംസാരിക്കുന്ന വിചാരിച്ചോണ്ടും വളരെ എളുപ്പത്തിൽ ഇവര് അവരോട് പോള് പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് വേറെ ഒരു ഡോക്ടറിലേക്ക് ഇവർ പോയിരിക്കണം, വേറൊരു സുവിശേഷത്തിലേക്ക് പോയിരിക്കണം. അപ്പൊ വേറൊരു സുവിശേഷം എന്ന് പറയുമ്പോൾ അത് പോള് പറയാത്ത സുവിശേഷമാണ്, ദൈവം അയച്ചിരിക്കുന്ന ആൾക്കാർ പറയാത്ത ഒരു സുവിശേഷമാണ്. അപ്പൊ ഗലാത്യർ ആ ചർച്ചിനെ പറ്റി പറയുമ്പോൾ ഇവര് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവരെങ്ങനെയാണ് ഇത് പോയത്? ഇവരറിയാതെ പോയതല്ല. ഇവര് അറിയാതെ പോയെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇവര് പോയതല്ല, പക്ഷെ ഇവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. ഇതല്ല പറഞ്ഞിരിക്കുന്നത്, അറിയാതെ പോയെന്നല്ല പറയുന്നത്, വഴിതെറ്റിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. 7-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ
ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്ര അല്ലെ. ഇവര് അറിയാതെ പോയല്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോള് പറഞ്ഞു കൊടുത്ത വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കണം എന്ന് മനഃപൂർവ്വമായിട്ട് അവർ പോയതില്ല. പക്ഷേ ഇവരുടെ ഉള്ളിലേക്ക് എന്താ പറയാ ശരിയല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർ എത്തിപ്പെടുകയും അവര് ഈ എന്താ പറയാ ന്യൂ ബോൺ ആയിട്ടുള്ള ബിലീവേഴ്സിനെ അവരെ മയക്കിയെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇവർ ഗലാത്യർ എന്നൊക്കെ പറയുമ്പോൾ അത് ജെൻഡേഴ്സ് ഉണ്ട്, ജാതികൾപ്പെട്ടവരായിരുന്നല്ലോ. അപ്പൊ ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നവരായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് പോള് പറയുവാണ്, ഇപ്പൊ ഇവരിങ്ങനെ മയക്കിയെടുക്കാൻ ഉള്ള തരത്തിലുള്ള ഗോസ്പലുമായിട്ട് ആൾക്കാർ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ പോൾ ഇവിടെ പറയുന്നു, ഈ ഞങ്ങളെ പഠിപ്പിച്ച അല്ലാതെ ഇപ്പൊ ഞങ്ങൾ തന്നെ വളച്ചൊടിച്ച് ഏതെങ്കിലും ഒരു ഗോസ്പൽ പറഞ്ഞു എന്ന് വിചാരിക്കട്ടെ, യേശുവിന്റെ മരണത്തെ പറ്റിയും ഉയർത്തെഴുന്നേപ്പിനെ പറ്റിയും തന്റെ രണ്ടാം വരവിനെ പറ്റിയും യേശുവിന്റെ വരവിനായിട്ട് നമ്മളെ തന്നെ ഈ ലോകത്തു നിന്നൊക്കെ വിടുവിച്ചുകൊണ്ട് ഒരു സെറ്റപ്പായിട്ടായിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കണം എന്നുള്ളതും അതിനേക്കാളൊക്കെ അതൊന്നും അല്ലാത്ത രീതിയിലുള്ള അല്ലെ ഒരു ഡോക്ട്രിൻ അല്ലെ അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് സാൽവേഷൻ എന്നുള്ള കാര്യവും അല്ലെ, നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ അല്ലെ, സാൽവേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന അവസാനമാണ്. പക്ഷെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ പാവങ്ങളെ പുറത്തെന്ന് പറയുന്നത് അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, വർക്ക് കൊണ്ട് കിട്ടിയതല്ല, ഫ്രീ ആണ്, ദൈവത്തിന്റെ ഗ്രേസ് ആണ്, ദൈവത്തിന്റെ കൃപ മാത്രമാണ് അല്ലെ. അപ്പോൾ ആ ഒരു ഡോക്ടറിൻ എല്ലാം വേറെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളെ ശപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് എന്താ പറയുക മാലാഖമാര് വന്ന് പഠിപ്പിച്ചാൽ പോലെ അവരും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാല് സ്വർഗത്തിന്റെ താഴെ ഇങ്ങനത്തെ ഒരു ഗോസ്പൽ അല്ല വേറൊരു ഗോസ്പൽ ദൈവം തന്നിട്ടില്ല മനുഷ്യവർഗത്തിന് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെ, ഒരു നാമവും തന്നിട്ടില്ല യേശുവിന്റെ നാമം അല്ലാതെ. അപ്പൊ ഈ ഒരു ഒറ്റ ഗോസ്പൽ മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ, വേറൊരു ഗോസ്പൽ വഴി ഒരു വ്യക്തി ഒരു കാലത്തും രക്ഷിക്കപ്പെടത്തില്ല. അപ്പൊ ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗോസ്പലിന് എതിരായിട്ട് നിൽക്കാനും അതല്ല വേറെയാണ് കാര്യം എന്ന് പറഞ്ഞു പഠിപ്പിക്കാനുമുള്ള ആൾക്കാർ ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ നമുക്കറിയാം ലേഖനത്തിൽ 2 പോകുമ്പോ അതിനെപ്പറ്റി അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ പറ്റി ഇവിടെ പോള് തന്നെ പറഞ്ഞിരിക്കുവാണ്. പോള് നമുക്കറിയാം ഫാരിസിയായിരുന്നു അല്ലെ, പരീശനായിരുന്നു, വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള പരീശനായിരുന്നു. തന്റെ ആ സമയത്ത് അല്ലെ തന്റെ ജനറേഷനിൽപ്പെട്ട ആൾക്കാരെക്കാളും എല്ലാം വളരെയധികം ഒരു വീറോടുകൂടി വാശിയോടുകൂടി തന്റെ മതത്തിന് വേണ്ടി ജൂഡാസത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് തന്നെ പോൾ തന്നെ പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്റെ ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ അല്ലെ ദൈവത്തിന്റെ മക്കളെ കൊല്ലാൻ വേണ്ടിയുള്ള പോകുന്ന യാത്രയില് യേശു പോളുമായിട്ട് സംസാരിക്കുക. അതോടുകൂടി പോള് നേരത്തെ സോളായിരുന്ന പോള് പിന്നെ പോളായി തീരുന്നു അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിനുശേഷം പോള് ആദ്യമേ തന്നെ ജെറുസലമിലേക്ക് ഒന്നും പോയില്ല അല്ലെ. നമുക്ക് 1-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ 15-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം താൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്താൽ ഞാൻ നേരെ അറബിയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. അപ്പൊ വേറെ ആരെയും കൺസൾട്ട് ചെയ്യാതെ, ഇപ്പൊ അന്ന് പീറ്ററും ജെയിംസും ജോണും ഒക്കെ വലിയ അപ്പോസ്തലന്മാരായിരുന്നു, ഇന്നും അവരൊക്കെ വലിയ അപ്പോസ്തലന്മാർ തന്നെയല്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരോടൊന്നും കൺസൾട്ട് ചെയ്യാതെ നേരെ അറബിയയിലേക്കും പിന്നെ ഡമാസ്കസിലേക്കും തിരിച്ചു വരുന്നു. പിന്നെ 3 വർഷത്തിന് ശേഷം പീറ്ററുമായിട്ട് പരിചയത്തിലാകുന്നതിന് വേണ്ടി പോള് ജെറുസലമിലേക്ക് പോകുന്നു. അതിനുശേഷം അതെല്ലാം കഴിഞ്ഞിട്ട് 2-ാമത്തെ ചാപ്റ്റർ 14 ആണ്ടുകൾക്ക് 1 തൊട്ട് 2-ാമത്തെ ചാപ്റ്റർ 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ വായിക്കുന്നത്. അതിന് 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർണ്ണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാട് അനുസരിച്ച് അത്രേ പോയത്. ഞാൻ ഓടുന്നതോ ഓടുകയോ വെറുതെ എന്നു വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എന്റെ കൂടെയുള്ള തീത്തോസ് യവനൻ എങ്കിലും പ്രതിഷേധന ഏൽക്കാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശു നമ്മൾക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുകൊടുക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിർത്തേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അപ്പൊ ഇവിടെ പോൾ പറയുക ഏത് തരത്തിലുള്ള സുവിശേഷത്തെ പറ്റിയാണ് ഇവിടെ പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ അല്ലെ നമ്മൾ അനുഭവിച്ചുകൊണ്ട സ്വാതന്ത്ര്യത്തെ അതിനെ
മാറ്റിക്കൊണ്ട് അല്ലെ, പിന്നെ ഗ്രേസ് കൊണ്ടല്ല ഇത് ഗ്രേസ് കൊണ്ടുള്ള ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, അത് വർക്കാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കുറച്ച് ആൾക്കാര് അല്ലെ സർക്കംസിഷൻ വേണം, പരിച്ഛേദനം വേണം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലുള്ള ജെറുസലേമിലുള്ള അന്നത്തെ ചർച്ചിലൊക്കെ അവര് കടന്നു കൂടിയിരുന്നു അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ആക്സ് അല്ലെ, അപ്പോസ്തല പ്രവൃത്തിയിലെ 15-ലേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഒന്നും രണ്ടും വാക്ക് പറയുമ്പോൾ ഒന്നും രണ്ടും വാക്കിലൊക്കെ ഇങ്ങനെ എഴുതിയിരുന്നു, ജെറുസലേമിൽ നിന്ന് തന്നെ ചർച്ചിൽ നിന്ന് കുറച്ച് ആൾക്കാർ ആന്റിയോക്കുള്ള ചർച്ചിൽ വന്നിട്ട് പരിച്ഛേദനം കൂടാതെ അല്ലെ, പരിച്ഛേദനം കൂടാതെ രക്ഷയില്ല എന്നുള്ള തീർച്ചയായും നടത്തുന്നത് അതേ ആൾക്കാർ തന്നെയാണ് ഗലാത്യർക്കെതിരെ ഇവിടെ ഗലേഷ്യൻ ചർച്ചിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ പറയുവാണ് 2-ാമത്തെ ചാപ്റ്ററിൽ പോൾ ഇങ്ങനെ പറയുക, അത് ശരിക്കും പറഞ്ഞാല് ജോണിനോ ജെയിംസിനോ ഒന്നും എന്താ പറയുക. അപ്പൊ അതിനു മുമ്പ് പറയട്ടെ, 14 വർഷത്തിന് ശേഷം പോള് തീത്തോസിനെയും ബർന്നബാസിനെയുമായിട്ട് ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ നമുക്കറിയാം തീത്തോസ് ഒരു യവനനായിരുന്നു, അതായത് ജാതിയിൽപ്പെട്ടവനായിരുന്നു. പക്ഷെ അന്നത്തെ അപ്പോസ്തലന്മാർക്ക് പീറ്ററിനോ ജെയിംസിനോ ജോണിനോ ഒന്നും എന്താ തീത്തോസ് ഒരു ജാതിയിൽപ്പെട്ടവനായിരുന്നത് കൊണ്ട്, ജാതിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയായതുകൊണ്ട് അവർക്കാർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തീത്തോസ് എന്താ പറയുക പരിച്ഛേദന വേക്കണമെന്നോ ഒന്നും അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അവിടെ ആ ചർച്ചിലുണ്ടായിരുന്ന ചില വിശ്വാസികൾക്ക് അത് ഒരു വലിയ പ്രശ്നമാക്കി തീർത്തു. പക്ഷെ പോള് ദൈവത്തിന്റെ അനുഗ്രഹം കാരണം അതിനൊന്നും പോളും തീത്തോസും ഒന്നും അതിനൊന്നും ബെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി, ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവർ താല്പര്യം കാണിച്ചില്ല, അവരതിന് വഴങ്ങി കൊടുത്തുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എന്താ പറയുക, 4-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത് ഗലാത്യർക്കെതിരെ ലേഖനത്തിന്റെ 2-ാമത്തെ ചാപ്റ്റർ 4-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശു നമ്മൾക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുകൊടുക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോ ചർച്ചിലേക്ക് നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന കള്ള സഹോദരന്മാർ ഉണ്ട് അല്ലെ. സഹോദരന്മാർ എന്നുള്ള പേരിൽ, വിശ്വാസികൾ എന്നുള്ള പേരിൽ ചർച്ചിലേക്ക് നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയും. അപ്പൊ ഈ ചർച്ചിനെ പറ്റി പറയുമ്പോൾ ഈ ചർച്ച എന്നുള്ള കാര്യം മനസ്സിലാക്കി ജെറുസലേമിലെ ചർച്ചാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്, സകല ചർച്ചുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി, ഇന്ന് കാണുന്ന ചർച്ചുകളുടെ എല്ലാത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്ന ജെറുസലേമിലെ ചർച്ച്. പീറ്റർ ഒക്കെ വലിയ അപ്പോസ്തലന്മാരായിരുന്ന ചർച്ചിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ കള്ള സഹോദരന്മാർ വിശ്വാസികളാണെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്ന ആൾക്കാര് ഇവര് പറഞ്ഞ് പഠിപ്പിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരിച്ഛേദനം വേണം, പരിച്ഛേദനം ഇല്ലാതെ എന്താ പറയുക രക്ഷയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കുക ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്റ്റെന്റ് വരെ കുറച്ചധികം പോളല്ല, പീറ്ററും ജെയിംസും എല്ലാം അതിന് വഴങ്ങി കൊടുക്കുക തന്നെ ചെയ്തു അല്ലെ. വഴങ്ങി കൊടുക്കുക വെച്ചാൽ മിസ്ലീഡ് ചെയ്യപ്പെടുക തന്നെ ചെയ്തു. നമുക്കറിയാം പീറ്ററിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആന്റിയോക്കിലേക്ക് പീറ്റർ ചെന്നപ്പോൾ പോൾ തന്നെ പറഞ്ഞു, ഇതേ 2-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ആന്റിയോക്കിലേക്ക് പീറ്റർ ചെന്നപ്പോൾ ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, വിശ്വാസികളായിട്ടുള്ള നേരത്തെ ജാതികളുടെ കൂട്ടത്തിൽ നിന്ന് വന്നിരുന്ന വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ ഭക്ഷണമൊന്നും കഴിക്കുന്നതിന് പീറ്ററിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജെയിംസിന്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും പീറ്ററിന്റെ സ്വഭാവം മാറുന്നു. പിന്നെ പീറ്റർ ജാതികളുടെ കൂട്ടത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരുമായിട്ടൊന്നും പിന്നെ സഹകരിക്കാതാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസും അതിന് എന്താ പറയുക, അവരാൽ ഇങ്ങനെയുള്ള ഈ നുഴഞ്ഞുകയറ്റക്കാരാൽ മിസ്ലീഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. പീറ്ററും മിസ്ലീഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്ന് ചുരുക്കമല്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ ദൈവം നമ്മളോട് പറയും, ഇതുപോലെ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടാം അല്ലെ. അപ്പൊ നമ്മുടെ ബൈബിളിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരും എന്താ പറയുക, ആരെയും ഭയങ്കര നല്ലവരായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കുറ്റങ്ങളില്ലാത്ത കുറവുകളില്ലാത്ത വ്യക്തികളായിട്ടൊന്നും നമ്മുടെ ബൈബിൾ ഒരിക്കൽ പോലും ചിത്രീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ പീറ്റർ അത്രയും വലിയ അപ്പോസ്തലൻ, യേശുവിന്റെ വലം കൈയായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് പീറ്റർ എന്ന് പറഞ്ഞാൽ, പീറ്ററും കൂടെ ഒന്ന് ചാഞ്ഞു പോയി അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ പീറ്ററിനെ വഴിതെറ്റിക്കാൻ തരത്തിലുള്ള വർത്താനമായിട്ട് നടക്കുന്ന വലിയ വിശ്വാസികളുണ്ട് അല്ലെ. അങ്ങനെയാകുമ്പോൾ പോൾ വഴി നമ്മളോട് ദൈവം പറയുക, നമ്മൾ എത്രമാത്രം കരുതിയിരിക്കണം എന്നതിനെ പറ്റി പറയുക. അന്ന് ഇവരോട് പഠിപ്പിച്ചിരുന്ന ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞൊരു സഹോദരന്മാർ എന്ന് പറയുന്ന കൂട്ടുവിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാര് ഈ ഗലാത്യ സഭയോടും ആന്റിയോക്കിലെ സഭയോടും ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരിച്ഛേദന വെക്കണം അല്ലെങ്കിൽ രക്ഷയില്ല അല്ലെ.
അങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പൊ നമുക്കറിയാം പോൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താ പിന്നെ ഇപ്പൊ പരിശോധനം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കാര്യമാണല്ലോ. അപ്പൊ ന്യായപ്രമാണത്തിന് ഒരു കാര്യം ചെയ്യുന്നവര് ബാക്കി എല്ലാ സകല കാര്യങ്ങളും ന്യായപ്രമാണത്തിന് ചെയ്യണം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഒരു 10 കൽപ്പനകളുണ്ടെന്ന് വിചാരിച്ചു. 10 കൽപ്പനയെ പറ്റിയല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു 10 അല്ല 50 കൽപ്പന ഉണ്ടെന്ന് വിചാരിച്ചു. 49 എണ്ണം ചെയ്തെന്ന് വെച്ചാലും, ഒരു തെറ്റുമില്ല ചെയ്തെന്ന് വെച്ചാലും, ഒരു മുടക്കം കൂട്ടാതെ ചെയ്തെന്ന് വെച്ചാൽ, ഒരെണ്ണം ചെയ്യാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരെണ്ണത്തെ എന്താ പറയാ കുറവ് വന്നു പോയെങ്കിൽ, ആ 49 എണ്ണം ചെയ്തത് വെറുതെയാണ് അല്ലെ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്ന സകലതും പാലിക്കണം, അല്ലെങ്കിൽ അവര് ശാപത്തിന്റെ അടിയിലെ വരുന്നെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ആൾക്കാർ ഇവർ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മക്കൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പോള് പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, ദൈവം യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി യുനോ ശാപമായിട്ട് തീർന്നു ക്രോസ് ഓഫ് കാൽവറിയിൽ. ഇനി നമുക്ക് ന്യായപ്രമാണത്തിന്റെ അടിയിൽ വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യണ്ട, നമുക്ക് പ്രവൃത്തികൾ ചെയ്യണ്ട, പ്രവൃത്തികൾ വഴിയല്ലേ നമുക്ക് സാൽവേഷൻ കിട്ടുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഫ്രീഡം, നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചുകൊണ്ട് പിന്നെയും നമ്മളെ തിരിച്ച് അല്ലെ, ദൈവത്തിന്റെ മക്കളെ തിരിച്ച് ന്യായപ്രമാണത്തിന്റെ കീഴിൽ കൊണ്ടുവരണം, അവർ ബന്ദികളാക്കണം എന്നുള്ള വിചാരത്തോടു കൂടി തന്നെ ചർച്ചകളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ ഇത് പോള് പറയുവാണ്, 6ാമത്തെ ചാപ്റ്ററിൽ പറയും, ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെയൊക്കെ പുറകിൽ എന്തോ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ ലക്ഷ്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സഹനത്തില് പാത്രങ്ങളാകാതിരിക്കും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കും അല്ലെ. എന്ന് വെച്ചു കഴിഞ്ഞാല് ക്രിസ്ത്യാനികളായിരിക്കും വേണം, അത് യേശുവിന്റെ മക്കൾ എന്നുള്ളതിൽ നിന്നുള്ള കിട്ടുന്ന സകലത്തിലുള്ള ബെനിഫിറ്റുകൾ വേണം താനും. പക്ഷെ അതോടൊപ്പം തന്നെ എന്താ പറയണേ, യേശുവിന്റെ മക്കളാകുമ്പോൾ നമ്മൾ സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അല്ലെ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഈ സമൂഹത്തിൽ ദൈവത്തിന് ശബ്ദമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെ. അപ്പൊ നമുക്ക് പോളിനെ പറ്റിയൊക്കെ ഒന്ന് വിചാരിച്ചു, പോളും ജോണും ജെയിംസിനെ കൊല്ലുക ചെയ്തിരുന്നു അല്ലെ. അപ്പൊ പോളിനെയും കൊന്നു. അപ്പൊ പോളെല്ലാം ഇത് ജയിലിൽ കിടന്നു. എത്രയോ ക്രിസ്ത്യാനികൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അല്ലെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് വേറെ മതത്തിൽ നിന്നൊക്കെ, ഹിന്ദു മതത്തിൽ നിന്ന്, മുസ്ലിം മതത്തിൽ നിന്നൊക്കെ അവര് ദൈവത്തെ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ട് വരുമ്പോ അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ സമൂഹത്തിൽ നിന്ന് അവർ അനുഭവിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ലേ, അതൊന്നും അങ്ങനെയൊന്നും സഹിക്കാൻ താല്പര്യമില്ലാതെ അല്ലെ, ഇവര് എല്ലാവരുടെയും മുമ്പിൽ ഒരു വലിയ ആളുകളാകുന്നതിന് വേണ്ടി ഇവര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ് പോള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്കൊരു പോള് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, പോളിന് ദൈവത്തിന്റെ സഹനത്തിൽ ദൈവം യേശുക്രിസ്തു എത്രമാത്രം സഹിച്ചു അതിന്റെ പാട്ടാകണമെന്നാണ് പോളിന് താല്പര്യമല്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് ശരിക്കുമുള്ള ക്രിസ്ത്യാനിറ്റി. അപ്പൊ അതിലൊന്നും താല്പര്യമില്ലാതെ അല്ലെ, അങ്ങനെയൊന്നും ആകരുത് എന്നുള്ള ഒരു അതിനൊന്നും താല്പര്യമില്ലാതെ അനുഗ്രഹം മാത്രം മതി എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ടീച്ചിങ്ങിലേക്ക് അല്ലെ, എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഗൂഢ വിചാരവും വെച്ചുകൊണ്ട്, ഒരു ഗൂഢ ആയിട്ടുള്ള ഒരു എന്താ പറയുക എയിമും വെച്ച്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് പോള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾക്ക് ഇതെങ്ങനെ ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, അന്ന് പോള് അല്ലെ, പോള് ആത്മീയ പിതാവായിട്ടിരുന്ന ചർച്ചിന്റെ അകത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നതെങ്കിൽ ഇന്നും അതുപോലെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോസ്തല പ്രവർത്തിക്ക 20 അകത്തേക്ക് വരുമ്പോൾ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എഫേസ്യ ചർച്ചിന്റെ മൂപ്പന്മാരോട് പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, താൻ ചർച്ചിലുണ്ടായിരുന്ന സമയത്ത് അല്ലെ, പോള് അവിടെ ചർച്ചിൽ അതിന്റെ മൂപ്പനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോൾ വഴിയാണല്ലോ എഫേഷ്യൻ ചർച്ചൊക്കെ സ്ഥാപിക്കപ്പെടുക. അപ്പൊ ഒരാളും മോശപ്പെട്ട രീതിയിലുള്ള ഡോക്ടറോട്ട് കയറാൻ വേണ്ടി സമ്മതിച്ചില്ല. പക്ഷെ പോള് പോയി കഴിയുമ്പോഴേക്കും അല്ലെ, അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചെന്നായ്ക്കളെ പോലുള്ളവർ ഉയർത്ത് വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാരകത്തേക്ക് വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുകുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി. അപ്പൊ ദൈവം ഇവിടെ പിന്നെയും പറഞ്ഞിരിക്കുകയാണ്, അപ്പൊ ഇതുപോലെ ശരിയല്ലാത്ത ഡോക്ടറും പഠിപ്പിച്ചുകൊണ്ട് വരുന്ന പലരും ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഗലാത്യർക്കെതിരെ ലേഖനത്തില് ഉള്ള പ്രശ്നം ഇതായിരുന്നെങ്കിൽ, തിരിച്ച് ലോയിലേക്ക് പോകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക് പോവുക, നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ സാൽവേഷൻ അല്ലെ,
നിങ്ങളുടെ റൈച്ചസ്നെസ്, ദൈവവുമായിട്ടുള്ള ആ നടപ്പ് നിങ്ങളുടെ വർക്ക് വഴി നിങ്ങൾ എന്താ പറയാ നടത്തിക്കൊണ്ട് പോകുക അല്ലെ, ദൈവത്തിന്റെ പ്രീതി നിങ്ങളുടെ വർക്ക് വഴി നിങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നീതി ഉണ്ടല്ലോ, റൈച്ചസ്നെസ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന റൈച്ചസ്നെസ് നമ്മളുടെ വർക്ക് കൊണ്ടാണ് കിട്ടേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ഇവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ലേഖനത്തിന്റെ ഗലാത്യ ചർച്ച് എന്താ പറയുന്നത്, അവിടെ കയറിയിരുന്ന ഓരോ കള്ള സഹോദരന്മാർ പറഞ്ഞു പഠിപ്പിച്ചതെങ്കിൽ, നമുക്കറിയാം ജൂഡിലേക്ക് പോകുമ്പോൾ, യൂദയിലേക്ക് പോകുമ്പോൾ അവിടെ യൂദാ വഴി ദൈവം പറഞ്ഞിരിക്കുന്നു, യൂദാക്ക് എഴുതേണ്ടിയിരുന്നത് സാൽവേഷനെ പറ്റിയുള്ള മെസ്സേജാണ് യൂദ കൊടുക്കണം എന്ന് താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ പോലും, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് കുറെ നുഴഞ്ഞുകയറ്റക്കാര് ഉണ്ട് എന്നതിനെപ്പറ്റി യൂദായും പറയുന്നില്ല. അപ്പൊ അവിടത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, യൂദ എഴുതിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേസ്, അതുകൊണ്ട് നമുക്ക് കിട്ടിയ ദൈവത്തിന്റെ കൃപ, നമ്മുടെ സാൽവേഷൻ എന്നുള്ളതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണേലും മിസ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അല്ലെ, ഇമ്മോറൽ ആയിട്ടുള്ള രീതിയിലുള്ള ജീവിതം അല്ലെ, സോദോം ഗോമോരയിലുള്ള ആൾക്കാർ ജീവിച്ച പോലത്തുള്ള ജീവിതമൊക്കെ ജീവിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് സാൽവേഷൻ ഉണ്ടല്ലോ. അപ്പൊ സാൽവേഷൻ എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് പോലെയുള്ള, സ്വർഗത്തിലേക്ക് എപ്പോ വേണമെങ്കിലും പോകാൻ പറ്റുമല്ലോ അല്ലെ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പഠിപ്പിക്കലുമായിട്ട് വളരെയധികം ആൾക്കാർ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ദൈവത്തിന്റെ മക്കളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ കയറും എന്ന്, ചർച്ചിലേക്ക് നുഴഞ്ഞു കയറും എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പ്രവർത്തിക്കുന്നത് ഒരാൾ തന്നെയാണ്, പിശാചൻ തന്നെയാണ് അല്ലെ. ദൈവം നമ്മളോട് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നു. ക്രോസ് ഓഫ് കാൽവറിയിൽ ദൈവം സകല ലോയും ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി തിരിച്ച് ന്യായപ്രമാണത്തിന്റെ എന്താ പറയുക അടിയിലേക്ക് ആരും തന്നെ പോകേണ്ട ഒരു കാര്യമില്ല. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് ബാധകമാകുന്നത് അല്ലെ. ഇതേ സൈറ്റൻ തന്നെ അന്ന് ആൾക്കാരെ പിരികേറ്റിയിട്ട് ആൾക്കാരെ ഉപയോഗിച്ച് ദൈവത്തിന്റെ മക്കളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ പിന്നെ ബന്ധത്തിലേക്ക് ആക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതേ സൈറ്റൻ ഇന്നും അവൻ ജീവനോടെ ഇരിക്കുക. ഇതേ വർക്ക് തന്നെ അവൻ ചെയ്യുക തന്നെ ചെയ്യും അല്ലെ. പല രീതിയിൽ അവൻ ചെയ്യും അല്ലെ. നമ്മുടെ ഇടയിലൊക്കെ ന്യായപ്രമാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ, പരിച്ഛേദനം ഏൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ സംസാരിക്കുന്നത് വേറെ കാര്യങ്ങളാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് വിചാരിച്ചു നോക്ക്, പല സ്ഥലത്ത് പല ചർച്ചകൾ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങളാ. പ്രോസ്പെരിറ്റി ഗോസ്പൽ സംസാരിക്കുന്നവരുണ്ട് അല്ലെ. അനുഗ്രഹം ദൈവത്തിൽ നിന്നുള്ള, അതെ അത് സത്യമാണ്, അനുഗ്രഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ അനുഗ്രഹം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. മിറക്കിളുകൾ അല്ലെ, അത്ഭുതങ്ങൾ എന്നുള്ളത് അതിനെപ്പറ്റി മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇതൊന്നും മോശപ്പെട്ട കാര്യമില്ല, സംസാരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ ദൈവം, അനുഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ദൈവം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അല്ലെ, അനുഗ്രഹവും അത്ഭുതങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഉപരിയായിട്ട് ദൈവം എപ്പോഴും, യേശുക്രിസ്തു നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ വേർപാടിൻ്റെതായിട്ടുള്ള ജീവിതം നയിക്കണമെന്നും യേശുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കണമെന്ന് ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹങ്ങളും മിറക്കിളുകളും ഒക്കെ ദൈവം ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിന്റെ പ്രവർത്തികൾ അല്ലെ, യേശു ചെയ്ത മിനിസ്ട്രി ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. മാത്യുവും മാർക്കും ലൂക്കും ജോണും ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു. അപ്പൊ നമുക്കറിയാൻ പറ്റും, ദൈവം യേശു ആൾക്കാരെ സുഖപ്പെടുത്തിയിരുന്നു അല്ലെ, പിശാചിനെ അവരുടെ ശരീരത്തിൽ നിന്ന് ഓടിച്ചിരുന്നു. എന്താ വെച്ചാൽ അടയാളങ്ങൾ ദൈവം ചെയ്തിരുന്നു അല്ലെ, ഒരുപാട് കാര്യങ്ങൾ യേശു ചെയ്തിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്തത് അല്ലെ, ആൾക്കാരെ ദൈവത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ചെയ്തത് അല്ലെ. നമ്മള് ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെക്കാൾ ഉപരിയായിട്ട് നിൽക്കണം. അതിന് അടയാളങ്ങൾ വേണ്ടെന്നല്ല, മിറക്കിളും വേണ്ടെന്നല്ല, ഹീലിംഗ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ മൊത്തം അല്ലെ. അതില് പിടിച്ചു തൂങ്ങി കിടക്കുന്ന വ്യക്തികളാകരുത് നമ്മൾ. യേശുവിനെ പോലെ ആയിത്തീരണം, അതായിരിക്കണം നമ്മുടെ ഗോൾ അല്ലെ. കുറച്ച് അടയാളങ്ങൾ ചെയ്യണം, കുറച്ച് പ്രോഫസി മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് പ്രോഫസി കിട്ടണം, അതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിനെ പോലെ ആയിത്തീരണം, അതായിരിക്കണം നമ്മുടെ ഗോൾ അല്ലെ. ദൈവത്തിന്റെ മക്കളുടെ ഗോൾ അതായിരിക്കണം അല്ലെ. നമ്മൾ അടയാളങ്ങളൊക്കെ ചെയ്യണം ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടി. നമ്മൾ പ്രോസ്പെറസ് ആയിരിക്കണം, നമ്മൾക്ക് അനുഗ്രഹങ്ങൾ വേണം, നമുക്ക് പണം ഉണ്ടാവും, ദൈവത്തിന്റെ കിങ്ഡത്തിന് വളർച്ചയ്ക്കാണ് അല്ലെ. നമുക്ക് ഗോസ്പലിന്റെ ചർച്ചുകളിലേക്ക് അതിനെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ വർക്കിന് ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അനുഗ്രഹം കിട്ടിയേ പറ്റുന്നു, നമുക്ക് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് കിട്ടിയേ പറ്റുന്നു. പക്ഷെ അതാണ് ഗോസ്പൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതുപോലത്തെ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പല ചർച്ചകളും നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ അന്ന് പോളിന്റെ സമയത്ത് ഇതായിരുന്നു പ്രശ്നം. പോളിന്റെ സമയത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിച്ഛേദനം വേണം എന്ന് കള്ള ഗോസ്പൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇന്നത്തെ കാര്യം വേറെ ഡിഫറെന്റ് ആണ് അല്ലെ. പിന്നെ കുറെ അധികം ചർച്ചകളിൽ അവർ
ഒരു പുറമേയുള്ള പരിശുദ്ധി അല്ലെ, തരത്തിലുള്ള രീതിയിലേക്ക് അല്ലെ, അത് എന്താ പറയാ, മനുഷ്യരുടെ പുറമേയുള്ള കാര്യത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ ഒന്ന് വിചാരിച്ചു നോക്കുക, അതിലൊന്നും അല്ല കാര്യം. ദൈവം യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ടോ, അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ അല്ലെ. ദൈവം യേശു ഇതേ തന്നെ ഗലാത്യർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പരിശോധനം കൊണ്ടോ പരിശോധനം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ന്യൂനെസ് ഓഫ് ലൈഫ്, നമ്മളുടെ ഉള്ളിൽ അല്ലെ ഒരു പുതിയ വ്യക്തി ഫോം ചെയ്തിട്ടുണ്ടോ, യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത്, ബാപ്റ്റിസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പുതിയ വ്യക്തി അല്ലെ, ആ പുതിയ വ്യക്തിയിലായിരിക്കുന്ന ഒരു ജീവിതം, ന്യൂനെസ് ഓഫ് ലൈഫ് അല്ലെ, പുതിയ ജീവിതം, യേശുവിലുള്ള ജീവിതം, അതെങ്ങനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അതിൽ മാത്രമാണ് കാര്യമായിട്ടുള്ളത്. അപ്പോ റോങ് ആയിട്ട് പഠിപ്പിക്കാൻ ഇന്നും പലരും ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. പല രീതിയിലുള്ള പ്രവാചകന്മാരെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. യൂട്യൂബിലൊക്കെ എടുത്തു കഴിയുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, പൊളിറ്റിക്കൽ പ്രവചനങ്ങൾ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതൊന്നും മോശമെന്നല്ല പറഞ്ഞത്, പക്ഷെ അതൊക്കെ അതിര് കവിയരുത് അല്ലെ, അതിര് കവിഞ്ഞു പോകരുത്. എപ്പോഴും നമ്മളുടെ ശ്രദ്ധ ദൈവത്തിന്റെ വചനത്തിൽ ആയിരിക്കണം എന്ന് ചുരുക്കം. പിന്നെ ഇവര് ഒക്കെ റോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നും ശരിയായിട്ടുള്ള വചനമല്ല ഇവർ പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒറ്റ രീതിയിലുള്ളൂ, നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ വചനത്തിൽ വളരെയധികം ഊന്നി നിൽക്കുന്ന വ്യക്തികളായിരിക്കണം, വളരെയധികം സ്ട്രോങ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വളരെയധികം വചനത്തിൽ ആഴത്തിൽ പോകുന്ന വ്യക്തികൾ, ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മൾ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ ഒരു കാര്യവും നമുക്ക് അല്ലെ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ശക്തി പോരാ, അതിനൊന്നും പോരാ. മനുഷ്യന്റെ ശക്തി വളരെ ലിമിറ്റഡ് ആണ്. യേശുവിന്റെ ശക്തി കൂടിയേ പറ്റും. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ ശക്തിപ്പെടുത്തുന്നത് ചെയ്യും. ഈ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ് നമുക്ക് വചനം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് ദൈവം പറയൂടെ, നമ്മള് ദൈവത്തിൽ വേരൂന്നിയവരായിരിക്കണം അല്ലെ. കൊളോഷ്യക്ക് ലേഖനത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യേശുവില് നമ്മൾ വേരൂന്നിയവരായിരിക്കണം. യേശുവിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന, നമ്മൾ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മുടെ വിശ്വാസത്തില് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ പല ഡോക്ടറിനുമായിട്ട് പലതരത്തിലുള്ള ഗോസ്പിളോട്ട് ആൾക്കാർ വരും, നമുക്ക് മനസ്സിലാക്കുക പോലുമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകരുത്, നമ്മളെ ചതിയിലായി പോകരുത്, നമ്മൾ ചതിയിലായി പോകരുത് എന്നുള്ളതാണ് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മള് വചനം അറിയുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. അപ്പൊ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വചനം അറിയാന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, വെറുതെ വചനം അറിയുക മാത്രമല്ല ചെയ്യേണ്ടത്. വചനം വെറുതെ, നമുക്കറിയാം പിശാചിനും വചനം അറിയാം അല്ലെ. പിശാച് വളരെയധികം ദൈവത്തിന് യേശുക്രിസ്തുവിനോട് വരെ വചനം പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് പിശാച്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് വെളിപാടുകൾ വേണം അല്ലെ, വെളിപാടുകളാണ് കിട്ടേണ്ടത്. വെറുതെ വചനമല്ല അറിയേണ്ടത്, വെളിപാടുകൾ കിട്ടണം. അപ്പൊ അതിന് ഹോളി സ്പിരിറ്റ് ഗോഡിന് ഹെൽപ്പ് കൂടിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് വെളിപ്പെടുത്തി തരട്ടെ, നമ്മൾ വചനം വായിക്കുന്ന സമയത്ത് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ, അതാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഇങ്ങനെ കള്ളപ്രവാചകന്മാരും കള്ള ടീച്ചർമാരൊക്കെ വരുമ്പോ നമ്മൾ അവരുടെ പിടിയിലായി പോകത്തില്ല. അപ്പൊ അതാണ് യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പലരുമുണ്ട് എന്താ പറയുക, ദൈവത്തിന്റെ മക്കളെ ആവശ്യമില്ലാത്ത കുരുക്കിലാക്കുന്നതിന് വേണ്ടി അല്ലെ, പിശാചിന്റെ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് മനസ്സിലാക്കി എന്ന് അവർക്കറിയാം അവരെന്താ ചെയ്യുന്നുള്ള കാര്യം. ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുന്നതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. ഒരിക്കൽ പോലും മറന്നു പോകാതിരിക്കുക നമ്മൾ അല്ലെ. പല രീതിയിലും പറഞ്ഞ് നമ്മള് എന്താ പറയുക നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പലരും ഉണ്ടെന്ന് എന്നും മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മളെ തന്നെ കൊണ്ട് ചാടിക്കാതിരിക്കട്ടെ. വചനത്തിൽ വേരൂന്നിയ വ്യക്തികളായിരിക്കട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശബ്ദം നമുക്ക് മനസ്സിലായിരിക്കുന്ന വ്യക്തികളായിട്ട്, ഇങ്ങനെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്റെ ആട്ടുകുഞ്ഞുങ്ങൾ എന്റെ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും. അവന്റെ ശബ്ദം കേൾക്കുന്നവരാകട്ടെ അല്ലെ. വേറെ ആരുടെയും പുറകെ അവർ പോകത്തില്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. വേറെ ആരുടെയും പുറകെ പോകാത്ത തരത്തിലുള്ള വിശ്വാസികളായിരിക്കട്ടെ നമ്മൾ. യേശുവിന്റെ കൂടെ മാത്രം പോകുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, ഞങ്ങളുടെ പിതാവായിട്ട് അങ്ങയുണ്ട് കർത്താവ്. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ഞങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് സത്യത്തിന്റെ ദൈവമാണ്. ഞങ്ങൾ സത്യത്തിലേക്ക് നയിക്കുന്ന നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ വേറെ ആരുടെ ശബ്ദം കേട്ടുകൊണ്ട് പോകാതിരിക്കട്ടെ കർത്താവെ. അങ്ങയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ശബ്ദം കേൾക്കാനുള്ള കൃപ അവർക്കും കൊടുക്കണം അപേക്ഷിക്കുന്നു. അവരും അങ്ങയുടെ വഴി കൂടെ മാത്രം നടക്കട്ടെ. ഞാനും അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ട ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.